ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നമ്മുടെ ചായക്കടയിൽ കിട്ടുന്ന സെയിം ടേസ്റ്റിൽ എങ്ങനെ നമുക്ക് വീട്ടിൽ ഉള്ളിവട തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉള്ളിവടയാണ്. അപ്പോൾ ഞാനിത് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മുമ്പ് കണ്ടിട്ടുള്ളവർ ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ ഞാൻ ഈ ഒരു ഉള്ളിവട എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. മുമ്പായിട്ട് ഞാൻ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അതിൽ 3 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഏറ്റവും മേലുള്ള ഓൾ എന്ന ഓപ്ഷൻ പ്രത്യേകം സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ആ ഓൾ ഓപ്ഷൻ പ്രത്യേകം സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ വീഡിയോയുടെ ഒരു നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എന്നും ഇത് എടുത്തു പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 സവാളയാണ്. അപ്പോൾ ഈ സവാള നമുക്ക് കനം കുറഞ്ഞൊന്ന് അരിഞ്ഞെടുക്കണം. ആ നടുവിലുള്ള വൈറ്റ് പാർട്ടൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നല്ല കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കുക. അപ്പോൾ ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു ബൗളിലേക്ക് മാറ്റി. ഇതിപ്പോൾ ഇങ്ങനെ ഒട്ടിക്കിടക്കുകയല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് വേർതിരിച്ചെടുക്കാം. ഓരോ അല്ലികളായിട്ട് വേർതിരിച്ചെടുക്കണം. അപ്പോൾ കൈ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ആക്കി കൊടുക്കുക. വളരെ നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എത്രയാണോ ഉള്ളിവടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ നിരടിയെടുക്കാം. ശരിക്കും ആ ഉപ്പ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ നിരടിയെടുക്കണം. ഇങ്ങനെ നിരടിയെടുക്കുന്ന സമയത്ത് കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരാനൊക്കെ ചാൻസ് ഉണ്ട് ചിലർക്ക് പെട്ടെന്ന് കണ്ണിൽ നിന്ന് വെള്ളം വരുമല്ലോ ഉള്ളിയൊക്കെ വെട്ടുമ്പോൾ. അപ്പോൾ അതൊന്ന് ക്ഷമിച്ചേക്കുക. എന്താണെന്ന് വെച്ചാൽ അത്രയും ടേസ്റ്റുള്ളൊരു ഉള്ളിവടയാണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആ വെള്ളത്തിലാണ് നമ്മൾ ഉള്ളിവട ഉണ്ടാക്കുന്നത്. ഇതിലൊട്ടും വെള്ളം നമ്മൾ വേറെ ചേർക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഇത് ഇങ്ങനെ ആക്കിയ ശേഷം ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്ന് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മറ്റു ഇതൊക്കെ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഈ കടലമാവിൽ എന്തായാലും ഇങ്ങനെ ചെറിയ കട്ട ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ അരിച്ചെടുത്താൽ ആ കട്ട കിട്ടൂല. അപ്പോൾ ഇങ്ങനെ അരിച്ചെടുക്കാം 3 മാവ് കൂടി. 1/4 കപ്പ് കടലമാവും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കാം. എല്ലാം ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക, എല്ലാം ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതപ്പോഴേക്കും ഇവിടെ വെള്ളമൊക്കെ വന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ടൊന്ന് ചതച്ചതാണ്, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കട്ടെ, ഞാൻ 1 എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളകും ഇതും കൂടി ഉള്ളതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇത് കറക്റ്റ് തന്നെ ആയിരിക്കും. കൂടുതലാവുമെന്ന് വേണ്ട, ഒരു 1/4 ടീസ്പൂൺ തന്നെ മതിയാവും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പൊടികളെല്ലാം കൂടെ കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് ഇടണ്ട, ഇതുപോലെ കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത് ഇതിലേക്ക് കറക്റ്റ് ആയിരിക്കും. പിന്നെ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നും വരില്ല. ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് കൈവച്ചിട്ട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് വെള്ളം ചേർത്താലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പോകും കേട്ടോ. ഇങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാൻ പറ്റുന്ന രീതിയിലാവണം. ഇതുണ്ടോ, ഇങ്ങനെ ഉരുട്ടിയെടുത്ത് ഇങ്ങനെ പരത്താനൊക്കെ പറ്റുന്ന ആ രീതിയിലാവണം നമ്മുടെ ഈ ഒരു മാവ് ഇരിക്കേണ്ടത്. ഇതുപോലെ നമുക്ക് ഉള്ളിവടയുടെ ഷേപ്പിലൊക്കെ ആക്കാൻ പറ്റുന്ന ഇത്രയും മതി. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് പെട്ടെന്ന് തന്നെ അങ്ങ് പൊരിച്ചെടുത്താൽ മാത്രം മതി. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാൻ മറന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു തണ്ട് കറിവേപ്പില ഇതുപോലെ ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ആയാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി നമ്മുടെ ഈ ഉള്ളിവടയിലേക്ക്.
ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടാവണം കേട്ടോ. നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് ഓരോ ഉള്ളിവടയും ഇതുപോലെ പരത്തിയിട്ട് ഇട്ട് കൊടുക്കാം. ഇത് വളരെ കുറച്ച് ഉള്ളിവട ഉണ്ടാക്കാനുള്ള അളവേ ഉള്ളൂ കേട്ടോ. ഇതൊരു 4 വലുതും അതുപോലെ 1 ചെറുതും, അതുപോലെ ഏകദേശം ഒരു 5 ഉള്ളിവടയ്ക്കുള്ള അളവേ ഉള്ളൂ. ഞാൻ 2 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. നമ്മളിത് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ചൂട് വേണമെന്ന് പറഞ്ഞല്ലോ, പിന്നീട് അത് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കണം കേട്ടോ. എന്നാലേ ഉള്ളൊക്കെ കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ. നല്ല മൊരിഞ്ഞിട്ടുള്ള ഉള്ളിവട തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ 2 സൈഡും ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അതുപോലെ അടുത്തതും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ കഴിഞ്ഞു കേട്ടോ. ഇത്രയേ ഉള്ളൂ. ചെറിയൊരു കുഞ്ഞു ഉള്ളിവടക്കും 4 വലിയ ഉള്ളിവടക്കുള്ള ബാറ്ററി ഇത് ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും ഇവിടെ റെഡിയായി. അത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. നല്ല മൊരിഞ്ഞ എല്ലാ ഉള്ളിവടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചായക്കടയിൽ നിന്ന് കിട്ടുന്ന സെയിം ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെയോ ഒക്കെ കാണാം. താങ്ക് യു. ബൈ.